ഇന്ന് നമുക്ക് കോട്ട ഫുൾക്കാരിയിൽ കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. 2680 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. അപ്പോൾ അത് പേൾ ക്രീം ഷെയ്ഡിലും ഉണ്ട്, കളറിലും ഉണ്ട്. ഇപ്പം ഇതിനകത്ത് ഇനി ഏതെങ്കിലും യൂണിഫോമൊക്കെ ആയിട്ട് കുറച്ച് അധികം പീസസൊക്കെ വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാലും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്ന സാരീസാണ് കേട്ടോ. ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പീസസ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അതെ, ഫസ്റ്റ് വന്നിരിക്കുന്നതിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ്. ഈ ഒരു ബോർഡർ കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്ക് നോക്കിയാൽ മതി കേട്ടോ. അതിനകത്ത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ഇത് മെറൂൺ, ഒരു പേസ്റ്റൽ ഗ്രീൻ, ഒരു ഡസ്റ്റി പിങ്ക് ടോണിലേക്കാണ് ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക് കട്ട് വർക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഫുൾ പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ്, വർക്കൊക്കെ സെയിം തന്നെയായിരിക്കും. ജസ്റ്റ് അതിൻ്റെ കളറിലുള്ള ഡിഫറൻസ് മാത്രമായിരിക്കും. ഇതാണ് അതിൻ്റെ മുന്താണിയിലേക്ക് വരുന്ന വർക്ക്. പിന്നെ രണ്ട് ബോർഡറിൽ നമുക്ക് ഈ വർക്ക് ഇത് ഇങ്ങനെ ഉണ്ടാകും. രണ്ട് ബോർഡറിലും ഈ ഒരു വർക്ക് വരും. ബ്ലൗസ് പീസിൻ്റെ സ്ലീവ് എൻഡിലും വർക്ക് വരും. രണ്ട് ബോർഡറിലും വർക്ക്, അതേപോലെ തന്നെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവ് എൻഡിലും ഈ ഒരു സെയിം വർക്ക്. ഈ ഒരു വർക്ക് ബ്ലൗസ് പീസിൻ്റെ സ്ലീവ് എൻഡിലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് സാരിയുടെ പാറ്റേൺ വരുന്നത്. ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഞാനിങ്ങനെ ഈ വർക്കിലുള്ള ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ, അത് കാണിച്ചു തരാം. അടുത്ത വർക്ക് വരുമ്പോൾ ഇതാണ് അടുത്ത വർക്ക് വരുന്നത്. ഇത് ക്ലോസർ വ്യൂ കാണിച്ചു. അടുത്ത് വരുമ്പോൾ ഇത് കണ്ടോ, ഒരു പിങ്കിൽ ഇതേപോലെയാണ് ഈ ഒരു ക്ലോസർ വ്യൂ. ഇതെങ്ങനെ നോക്കിയാൽ മതി, ഇങ്ങനെയാണ്. ഇതിനകത്ത് ബോഡിയിലേക്കും കൂടെ ആ ഒരു വർക്ക്, പിങ്കിൻ്റെ വർക്ക് കുറച്ച് കയറി വന്നിട്ടുണ്ട്. 2680 തന്നെയാണ് റേറ്റ് വരുന്നത്. കോട്ട ഫുൾക്കാരിയിൽ വരുന്ന സാരിയാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് സ്റ്റാർച്ച് ചെയ്യുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കോട്ട ഫുൾക്കാരിയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സാരീസാണല്ലോ. അടുത്തതിൻ്റെ വർക്ക് വരുന്നത് ഇതേപോലെയാണ്. ഒരു ലൈറ്റ് ലാവൻഡർ, ഒരു മോഫ് ടോണിലേക്ക് വന്നിരിക്കുന്ന വർക്കാണ്. അതിനകത്തേക്കൂടെ അത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കട്ട് വർക്കിൻ്റെ പാറ്റേണും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ അടുത്ത ഷെയ്ഡ് ഒരു ഓണിയൻ പിങ്ക് ആൻഡ് പേസ്റ്റൽ ഗ്രീൻ കോമ്പിനേഷനിലേക്കാണ് വർക്ക് വരുന്നത്. ഓണിയൻ പിങ്ക് ആൻഡ് പേസ്റ്റൽ ഗ്രീൻ കോമ്പിനേഷനിലേക്ക് വരുന്ന വർക്ക്. അടുത്ത വർക്ക് വരുന്നത് അതെ, ഇതൊരു പിങ്ക് ടോണിലേക്ക്. ഇതിനകത്ത് കട്ട് വർക്കില്ല, എംബ്രോയിഡറി വർക്ക് മാത്രമേ ഉള്ളൂ. സെയിം പാറ്റേൺ തന്നെ കേട്ടോ. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലേക്ക് വരുന്ന വർക്ക്. അടുത്തത് വരുന്നത് ഒരു മെറൂൺ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ. അടുത്തത് വരുന്നത് പേൾ ക്രീം ഷെയ്ഡിൽ തന്നെ വന്നിരിക്കുന്ന എംബ്രോയിഡറി ആൻഡ് കട്ട് വർക്ക് പാറ്റേൺ. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ഡസ്റ്റി പിങ്ക് ടോണിലേക്ക്, നല്ലൊരു പേസ്റ്റൽ ഒരു പിങ്ക് ടോണിലേക്ക് ഇതേപോലെയാണ് അതിൻ്റെ കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ. അടുത്തത് അതിൻ്റെ പേസ്റ്റൽ ഒരു ഗ്രീനിൽ ഇതുപോലെ വർക്ക് വരും. 2680. അടുത്ത് വരുന്ന അതിൻ്റെ യെല്ലോ. ഇതിങ്ങനെ ഭയങ്കര തെളിഞ്ഞ യെല്ലോ അല്ല കേട്ടോ. ഇത്രയുമാണ് നമ്മുടെ കോട്ട ഫുൾക്കാരിയിൽ എംബ്രോയിഡറി വർക്ക് ആൻഡ് കട്ട് വർക്ക് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. താങ്ക്